ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ അശോക് കുമാർ തെടനാട് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസ് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യനാമത്തിൽ സ്നേഹ അഭിവാദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം 36-ാം വാക്യം വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 13:36. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തിരുവെഴുത്തിൽ നിരവധി വ്യക്തികളെക്കുറിച്ച്, അവരുടെ സ്വഭാവങ്ങൾ, ജീവിത രീതികൾ, ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെട്ടത്, ദൈവഹിതത്തിനെതിരായി ജീവിച്ചത്, അങ്ങനെയുള്ള വ്യത്യസ്ത ആളുകളെക്കുറിച്ച് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നാം വായിച്ച വാക്യം അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രസംഗമധ്യേ കർത്താവിൻ്റെ ഉയർപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ, ഉയർപ്പിനെക്കുറിച്ച് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയ ദാവീദ് തൻ്റെ ജീവിതത്തെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പിനെ വിശദീകരിക്കുമ്പോൾ അതിൽ ദാവീദിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു ഭാഗമാണ് നാം വായിച്ചത്. അത് നമ്മെയെല്ലാം ചലിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന, സൂക്ഷ്മതയോടെ വിലയിരുത്തേണ്ടതും നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കാൻ ശ്രമിക്കേണ്ടതുമായ പ്രസ്താവനയാണ്. താൻ ജീവിച്ച കാലത്ത്, ദാവീദ് ജീവിച്ച കാലത്ത്, തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ചു. മരണത്തിന് മുമ്പ് ദൈവഹിതം അനുസരിച്ച മനുഷ്യനായിട്ടാണ് ദാവീദിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദാവീദിനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് 22-ാം വാക്യത്തിൽ അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും എന്ന് ദൈവം ദാവീദിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നുണ്ട്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദാവീദ് തൻ്റെ ജീവിതകാലത്ത് തനിക്ക് ലഭിച്ച ആയുസ്സിൻ്റെ ഉള്ളിൽ ചെയ്തു തീർത്ത ജീവിതത്തെക്കുറിച്ചുള്ള പ്രസ്താവനയാണല്ലോ ഇത്. ദാവീദ് ദൈവഹിതം അന്വേഷിച്ചു, ദൈവഹിതം അറിഞ്ഞു, ദൈവഹിതം നിവർത്തിച്ചു. പ്രിയമുള്ളവരെ, ആ സാക്ഷ്യവാക്കുകൾ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തുമ്പോൾ നാം ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിലിരിക്കട്ടെ. പഴയ പുതിയ നിയമങ്ങൾ അടങ്ങിയിരിക്കുന്ന ദൈവവചനത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പ്രഖ്യാപനമനുസരിച്ച് ആകാശത്തിനും ഭൂമിക്കും മാറ്റം വന്നാലും മാറ്റം വരാത്ത തിരുവെഴുത്തെന്നാണല്ലോ. അങ്ങനെയെങ്കിൽ മാറ്റമില്ലാത്ത ഈ തിരുവെഴുത്തിൽ ദാവീദിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന, ദാവീദിനെക്കുറിച്ച് മാത്രമല്ല ആരെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതങ്ങനെ തന്നെയാണ്. ഇവിടെ നമ്മുടെ വിഷയം ദാവീദായതുകൊണ്ട് ദാവീദിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ മാറ്റമില്ലാതെ നിത്യതയിലും തുടരും എന്ന സത്യമാണല്ലോ ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും തൻ്റെ പുത്രനായ കർത്താവിൻ്റെ ക്രൂശുമരണ അടക്ക പുനരുത്ഥാനത്താൽ ഒരുക്കിയ രക്ഷ ദാനമായി തന്ന്, അതേവർക്കും ദാനമായിട്ടാണ്, വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷ സാധ്യമാകുന്നു, സ്വർഗത്തിൻ്റെ അവകാശികളായിത്തീരുന്നു. അങ്ങനെ ദൈവമക്കളായി ഓരോ ഘട്ടങ്ങളിൽ തീർന്നവരാണ് നാം. നമ്മെക്കുറിച്ച് ഈ വാക്യം
ഒന്ന് വിലയിരുത്തിയാൽ നാം ഈ ജീവിക്കുന്ന നമ്മുടെ തലമുറയിൽ ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു സാക്ഷ്യം പറയുവാൻ സാധിക്കുമോ? നാം ജീവിച്ചിരിക്കുന്ന തലമുറയിൽ നമ്മുടെ ഈ കാലത്ത് നാം ദൈവഹിതം, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷമാണ് ഇവിടുന്ന് കടന്നു പോകാൻ പോകുന്നതെന്ന് നമ്മെക്കുറിച്ച് പറയുമോ? തീർച്ചയായും ഇത് ദാവീദിൻ്റെ മരണത്തിന് ശേഷമാണ് പറഞ്ഞിരിക്കുന്നത്. ദീർഘനൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് സത്യമാണ്. പക്ഷേ നാം ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മെക്കുറിച്ച് നമ്മുടെ കർത്താവ് എന്ത് സാക്ഷ്യമായിരിക്കും പറയുക? നമ്മുടെ ഈ തലമുറയിൽ, നാം ജീവിക്കുന്ന ഈ തലമുറയിൽ, ഈ വല്ലാത്ത കാലത്ത്, ലോകത്ത് നമ്മുടെ ജീവിതം ഏത് വിധേനയെന്ന് പരിശോധിക്കപ്പെടുവാൻ സ്വർഗത്തിലെ കർത്താവ് കൃപ ചെയ്യട്ടെ. നാം ഇവിടെ വായിക്കുന്നത് പോലെ നമ്മെക്കുറിച്ച് കർത്താവിന് പറയാൻ കഴിയണം. കർത്താവ് ഇത് രേഖയാക്കുമ്പോൾ എൻ്റെ ആലോചനയ്ക്ക്, എൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ താല്പര്യത്തിനനുസരിച്ച് ജീവിച്ച വ്യക്തിയാണ് എന്ന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും കർത്താവിന് പറയാൻ കഴിയുന്ന ഒരു നിലയിൽ നാം ആയിത്തീരുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. അത് എങ്ങനെയാണ് നമുക്ക് അങ്ങനെ ആയിത്തീരാൻ കഴിയുന്നത്? ദൈവഹിതം നാം അന്വേഷിക്കണം. എങ്ങനെ? ദൈവവചനത്തിൽ എന്തൊക്കെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഹിതം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പരിശോധിക്കാനും മനസ്സിലാക്കുവാനുമുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. രണ്ടാമത് നാം ചെയ്യേണ്ടത് ആ ദൈവഹിതം അറിഞ്ഞാൽ മാത്രം, അത് അന്വേഷിച്ചാൽ മാത്രം പോരാ, അത് എന്താണെന്നറിയണം. ഞാൻ ചെയ്യേണ്ട ദൈവഹിതങ്ങൾ തിരിച്ചറിയാനുള്ള കാഴ്ചപ്പാടും ബോധ്യവും നമുക്ക് ഉണ്ടായിരിക്കണം. മൂന്നാമത്തേത്, അങ്ങനെ അന്വേഷിച്ച് അറിഞ്ഞ ദൈവഹിതങ്ങൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അനുഭവമാക്കണം. എല്ലായിടത്തും എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നുള്ള ദൈവേഷ്ടം തിരിച്ചറിഞ്ഞവരാണ് നാം. എന്നാൽ നമ്മുടെ തലമുറയിൽ നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത് ദൈവേഷ്ടം ചെയ്യുവാനാണ്. തിരിച്ചറിയാം, അന്വേഷിക്കാം ദൈവഹിതം, അറിയാം ദൈവഹിതം. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അത് അനുഭവത്തിൽ കൊണ്ടുവരാം, അത് നിവർത്തീകരിക്കാം. അങ്ങനെ നാം ഈ ഭൂമിയിൽ ജീവിച്ചാൽ സ്വർഗത്തിലെ ദൈവത്തിന് നമ്മെക്കുറിച്ച്, ദാവീദിനെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ പറയാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു നിലവാരം എപ്പോഴും നമ്മളിൽ ഉണ്ടായിരിക്കുവാനുള്ള കൃപയ്ക്ക് യാചിച്ചുകൊണ്ട് ഓരോ ദിവസങ്ങളിലും ദൈവഹിതം അന്വേഷിച്ച് അറിഞ്ഞ് നിവർത്തീകരിച്ച് നമുക്ക് മുന്നേറാം. നമ്മെക്കുറിച്ചും കർത്താവ് ഇങ്ങനെ തന്നെ സാക്ഷ്യം പറയട്ടെ. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ചു. പ്രിയമുള്ളവരെ, നമ്മെക്കുറിച്ച് ഇങ്ങനെ പറയാനിടയാകട്ടെ. നമ്മുടെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷമാണ് നാം ഇവിടെ നിന്ന് കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു പോകുന്നതെന്ന് നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ ഇടയാകട്ടെ. അതിനുള്ള കൃപ നമുക്ക് സ്വർഗം തരട്ടെ. അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും എന്ന് ദാവീദിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞതുപോലെ നമ്മെക്കുറിച്ച് ദൈവം പറയട്ടെ, നമ്മൾ ദൈവത്തിൻ്റെ ഹിതം എല്ലാം ചെയ്യും. ദൈവനാമത്തിന് മഹത്വം.